ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ലൈവ് കോച്ചിങ് സെഷനാണ്. ഏകദേശം 500ഓളം കാണികൾ ലൈവായിട്ട് ഇരിക്കുമ്പം അതിൽ നിന്ന് ആരോ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ഒരു കീനോട്ട് സ്പീച്ച് അല്ല, ഒരു പ്രസൻറ്റേഷൻ അല്ല, ഒരു ട്രെയിനിങ് അല്ല. അപ്പോൾ ഇതിനൊരു കോച്ചിങ് എന്ന നിലയിലാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇയാളുടെ പ്രസൻറ്റേഷൻ നല്ലത്. ഐ എം നോട്ട് എ പ്രസൻറ്റർ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഞാനൊരു പ്രസൻറ്റർ അല്ല, ഒരു ട്രെയിനർ അല്ല, ഒരു ഫെസിലിറ്റേറ്റർ അല്ല. ഞാൻ വെറും ഒരു കോച്ചാണ്. ഞാൻ ആരെയും തന്നെ ഫോക്കസ് ചെയ്യണില്ല. ആ ചോദ്യം ചോദിച്ച ഇൻഡിവിജ്വലിനെ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഇൻഡിവിജ്വൽ ആരാന്ന് പോലും എനിക്കറിയില്ല, എവിടെ നിന്നാണെന്ന് അറിയില്ല, ഐഡൻറ്റിറ്റി ഒന്നും ഞങ്ങൾ റിവീൽ ചെയ്യാറില്ല, ചോദിക്കാറില്ല. ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ചിലർ ചോദിക്കാറുണ്ട് നിങ്ങളെന്താ മലയാളം ഇങ്ങനെ സംസാരിക്കുന്നത്. മലയാളം എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജും അല്ല, സെക്കൻഡ് ലാംഗ്വേജ് അല്ല, തേർഡ് ലാംഗ്വേജാണ്. ആ ഒരു മലയാളം കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും വെച്ചിട്ടാണ് ഞാനിത് മാക്സിമം ഞാൻ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിനുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഓക്കെ, ഫസ്റ്റിലെ ചോദ്യം ഇത് യൂട്യൂബിൽ ഇടാൻ പോകുന്നു. നിങ്ങൾക്ക് സമ്മതമാണോ? ആണോ? സമ്മതമാണോ? യെസ് ഓ നോ? സമ്മതാണ്. ഓക്കെ, ഇനി ഈ ഒരു കൺവേഴ്സേഷനിൽ നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്? കൃത്യമായിട്ട് ഒറ്റ ലൈനിൽ പറയാം, എന്താണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടത്? എനിക്ക് സോഷ്യൽ മീഡിയ ഫോൺ അഡിക്ഷൻ അത് കുറഞ്ഞിട്ട്. ഓക്കെ, സോഷ്യൽ മീഡിയ ഫോൺ. ഓക്കെ, അതായത് മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയ ആണ് കൂടുതൽ അഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇസ് ഇറ്റ് റൈറ്റ്? അതെ. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. എന്തിനാണ് നിങ്ങൾ ഈ മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, ഏത് ചാനൽ, വാട്ട് ഇസ് ദാറ്റ് യു ഫോളോ, വാട്ട് ഇസ് ദാറ്റ് യു യൂസ്? കാണാറുള്ളതോ? യൂട്യൂബാണ്. യൂട്യൂബിലെ ഷോർട്സ് ആണ് അധികം കാണാറ്. ഈ ഷോർട്സ് എന്ന് പറഞ്ഞ സംഭവം പണ്ടുണ്ടായിരുന്നില്ല, എപ്പോഴല്ലേ വന്നത്? ഈ ഷോർട്സ് എന്ന് പറഞ്ഞ സംഭവം പണ്ടുണ്ടായിരുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് വന്നതിന് ശേഷമാണ് ഈ ഷോർട്സ് വന്നത്. റീൽസ് വരുന്നതിനേക്കാൾ മുമ്പ് ടിക്ടോക്കിലുണ്ടായിരുന്നു. ഓക്കെ, ടിക്ടോക്കിൽ നിന്ന് റീൽസ് വന്നത് ഇതിലേക്ക്, ഇൻസ്റ്റാഗ്രാമിലേക്ക്. ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ ഷോർട്സ് ആയിട്ട് അത് പ്രൊമോട്ട് ചെയ്ത് യൂട്യൂബൊക്കെ കഴിഞ്ഞ വർഷം, അതിന് മുമ്പത്തെ വർഷം ഇന്ത്യൻ ഓഡിയൻസിന് ആ ഒരു ഹുക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പ്രൊമോഷനൊക്കെ ചെയ്ത സംഭവമാണ് ഷോർട്സ്. ഷോർട്സിൻ്റെ പ്രത്യേകത എന്താണ്? മറ്റതും ഷോർട്സും തമ്മിലുള്ള വ്യത്യാസം ഒരു 3 വ്യത്യാസം പറഞ്ഞുതരാം. സാധാരണ ലോങ് ടെയിൽ അല്ലെങ്കിൽ ലോങ് ഫോം വീഡിയോസും ഷോർട്ട് വീഡിയോസും തമ്മിലുള്ള വ്യത്യാസം എന്താ? കുറഞ്ഞതിൽ തന്നെ ഒരു കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ചുരുക്കിയിട്ട് അപ്പൊ നമ്മള് കുറഞ്ഞ ടൈമല്ലെന്ന് വെച്ചിട്ട് കാണും. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് പൂട്ടിയിട്ട് പുറത്തേക്ക് വരാൻ പറ്റുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അതാണ് അവർക്ക് വേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഒരു വൺ വേ ഓർ അതർ നിങ്ങൾ അവരെ സഹായിക്കണത്. ഇസ് ദാറ്റ് റൈറ്റ്? അല്ലേ, ശരിയല്ലേ? അതെ അതെ. ഓക്കെ, അപ്പം എത്ര മണിക്കൂർ നിങ്ങൾ ഈ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുക? ഞാൻ അൺലിമിറ്റഡ് ആയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമല്ലോ, അതൊന്നും എനിക്ക് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാവില്ല. ഇത് രാവിലെ തന്നെ തുടങ്ങും? നമ്മള് മക്കളെ സ്കൂളിലേക്ക് വിട്ടാ പിന്നെ ഫ്രീ ആണ്, പണികളുണ്ട് എന്നാലും ഫ്രീ ആണ്. അപ്പൊ അങ്ങനെ നോക്കിയാല് പിന്നെ അങ്ങനെ ടൈം പോകും. ഭക്ഷണം വരെ കഴിക്കാൻ വേണ്ടാത്ത പോലെ. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. എത്ര പേരുണ്ട് ഇങ്ങനത്തെ ഈ ഒരു ക്വാളിറ്റിയിൽ? എത്ര പേരുണ്ട് ഈ ഗ്രൂപ്പിലൊന്നും? ഞാൻ അയിന്നൊന്നും ടൈപ്പ് ചെയ്യാം, നോക്കട്ടെ എത്ര പേരുണ്ടെന്നുള്ളത്. ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അയിന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ രാവിലെ തന്നെ തുടങ്ങും, വൈകുന്നേരം വരെ ഭക്ഷണം ഒന്നും ഉണ്ടാവില്ല, ഭക്ഷണം കഴിക്കാതെ തന്നെ ഇതിലിരിക്കണത്. ഓക്കെ, കുറെ അയ്യോ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ബാക്കി കുറെ ഉണ്ട് കേട്ടോ ഇവിടെ, നോ പ്രോബ്ലം. ഓക്കെ, കളിയാക്കല്ല കേട്ടോ, ഞാൻ പറയാം. ഗുഡ്. അത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഷോർട്സ് കാണുന്നതിന് ഞാൻ എതിർക്കുന്ന വ്യക്തിയല്ല. ഓക്കെ, ഞാൻ പറയാം, ഷോർട്സ് കാണുന്നതിന് ഒരുപാട് പഠിക്കാൻ പറ്റും. ശരിയല്ലേ? പഠിക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഷോർട്സ്, അല്ലെങ്കിൽ സിനിമ കാണാൻ പാടില്ലെന്നുണ്ട്. ഞാൻ സിനിമ തിയേറ്ററിൽ പോയി കാണാത്ത വ്യക്തിയാണ്, പക്ഷെ അതിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും നമുക്ക് തീർച്ചയായിട്ടും. അതേപോലെ ഷോർട്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ യൂട്യൂബ് ലോങ് ഫോം വീഡിയോസ് ആയിക്കോട്ടെ, അതൊന്നും ഒരുപാട് പഠിക്കും. ഞാൻ എപ്പോഴെങ്കിലും ഞാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി യൂട്യൂബിൽ നിന്ന് പഠിക്കല്. യൂട്യൂബ് നിങ്ങൾക്ക് ഒരു സെർച്ച് എഞ്ചിനാണ്, അത് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും. നിങ്ങൾ അതാണോ ചെയ്യണത്? പഠിക്കാനായിട്ടാണോ ഷോർട്സ് നോക്കുന്നത്, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ആയിട്ടാണോ? ഐ വോണ്ട് എവരി വൺ ടു ടൈപ്പ് ഇ എന്ന് ടൈപ്പ് ചെയ്യാം. നമ്മൾ നേരത്തെ 2 ഇ ടൈപ്പ് ചെയ്ത് ഇപ്പം വീണ്ടും എല്ലാവരും ഇ എന്ന് ടൈപ്പ് ചെയ്യാം.
രണ്ടുണ്ട്. The first E is for entertainment, the second one is for education. Everyone, I want everyone to write down. The first one is entertainment, the second one is education. നിങ്ങൾ എന്തിനാണ് ഷോർട്സ് കാണുന്നത്? എന്റർടൈൻമെന്റ് ആണോ എഡ്യൂക്കേഷൻ ആണോ? എന്റർടൈൻമെന്റിനും അധികം ഉപയോഗിക്കുക, എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ് തുടങ്ങല്. പക്ഷെ എന്റർടൈൻമെന്റ് ആണ് കൂടുതൽ കണ്ടുപോവാ. ശരിയല്ലേ? മക്കളുണ്ടോ? പിന്നെ ഇപ്പൊ സാറിന്റെ വീഡിയോസ് ഇപ്പൊ 2 ദിവസം മുന്നായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടതാ. അതിനിപ്പോ ഞാൻ ഒരുപാട് നിങ്ങളുടെ വീഡിയോസ്. എന്റെ വീഡിയോ എഡ്യൂക്കേഷനാ, എന്റെ വീഡിയോ എന്റർടൈൻമെന്റ് അല്ല. അതാ ഞാൻ പറഞ്ഞു എന്റെ പ്രസന്റേഷൻ ഒന്നും കാണാറുണ്ട്. അത് കണ്ടോളൂ, അത് എഡ്യൂക്കേഷൻ ആണ്. അത് എഡ്യൂക്കേഷൻ ഗുഡ്. എനിക്ക് വ്യൂസ് കിട്ടുള്ളൂ, എനിക്ക് വ്യൂസ് കിട്ടും. ദാറ്റ്സ് ഗുഡ്. പക്ഷെ അതല്ല റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ഇന്റർന്നല്ല ആരുടെ വീഡിയോസും അത് നമുക്ക് എന്തെങ്കിലും പാഠം പഠിക്കാൻ പറ്റിയെങ്കിൽ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ അത് എഡ്യൂക്കേഷൻ വീഡിയോ ആണ്. മനസ്സിലല്ലേ? അതും ഒരു എഡ്യൂക്കേഷൻ വീഡിയോ തന്നെ ഒരുപാട് കാണാൻ പാടില്ല. അതിൻ്റെ പറ്റി ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വിചാരിച്ച when I'm talking with my client I can also help you. There is something called VL and HL. എല്ലാവരും ടൈപ്പ് ചെയ്യുക VL VL സ്പേസ് HL ആണ് കേട്ടോ. VL സ്പേസ് HL. VL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം HL പറ്റി പറയാം. HL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ വഴിയിൽ വരുന്നത് അതൊക്കെ പഠിക്കാം. എന്തൊക്കെയാണ് നമുക്ക് അറിഞ്ഞും അറിയാത്തതും ആവശ്യമില്ലാത്തതും ഫ്രീ ആയിട്ടും വെബിനാറും എന്ത് തന്നെ നമ്മൾ വഴിയിൽ വരുന്ന അതൊക്കെ ഇരുന്ന് പഠിക്കുക. അതിനാണ് HL എന്ന് പറയുക, ഹൊറിസോണ്ടൽ ലേണിംഗ് എന്ന് പറയാം. ഈ ഹൊറിസോണ്ടൽ ലേണിംഗ് നമ്മൾ പറയും ലേണിംഗ് ഇസ് ഗുഡ്, ലേൺ ടിൽ ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയും, മരണം വരെ പഠിക്കണം എന്നൊക്കെ പറയും. ശരിയാണ്, അതൊക്കെ പഠിക്കുക. പക്ഷേ നിങ്ങൾ ഹൊറിസോണ്ടലായിട്ട് പഠിച്ചാൽ ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ ഗ്രോ ചെയ്യില്ല. എനിക്ക് 99% കാര്യങ്ങൾ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് വേറെ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എത്ര പേര് അത് അംഗീകരിക്കണം? ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല, അത് മറ്റു ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എത്ര പേര് അംഗീകരിക്കേണ്ടത്? എത്ര പേര് അംഗീകരിക്കേണ്ടത്? എനിക്ക് ചിലപ്പം ക്യാമറ അറിയേണ്ട ആവശ്യമില്ല, എഡിറ്റിംഗ് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അത് പോസ്റ്റ് ചെയ്യാൻ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് ജസ്റ്റ് വീഡിയോ മുമ്പിൽ ഇരുന്നിട്ട് ക്ലാസ് എടുത്താൽ മതി. അത് മാത്രം അറിഞ്ഞാൽ മതി, അതിൻ്റെ കോണ്ടന്റ് അറിഞ്ഞാൽ മതി. ബാക്കിയൊന്നും അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് അതിൻ്റെ ബാക്കിൽ പോയി സമയം കളയേണ്ട ആവശ്യമില്ല. വേറെ അറിയുന്ന ആളാരാണോ അവർക്ക് കൊടുക്കുക. ഇതിനാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലേണിംഗ് എന്ന് പറയുക. നമ്മൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഈ ഒരു പിരമിഡ് ഓർക്കുക നിങ്ങൾ. ഓക്കെ, ഇതിനാണ് നമ്മൾ വെർട്ടിക്കൽ ലേണിംഗ് എന്ന് പറയാം. VLന്റെ പ്രത്യേകത വെർട്ടിക്കൽ ലേണിംഗ്. എല്ലാത്തിനും നോ എന്ന് പറഞ്ഞിട്ട് എവിടെയാണോ നിങ്ങൾക്ക് എത്തേണ്ടത് അതിൽ ഷാർപ്പായിട്ട് പോവാം. അതിൽ മാത്രം ഷാർപ്പായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ എത്തേണ്ട അത്രയും ടോപ്പിലേക്ക് പോകും. നിങ്ങൾ അതിലൊരു എക്സ്പേർട്ടായി മാറും. ആ ഒരു നീഷിൽ നിങ്ങൾ ചാമ്പ്യനായി മാറും. ഞാൻ ഇനി നിങ്ങളുടെ ബാക്കിലേക്ക് നിങ്ങൾ ഈ ക്വസ്റ്റിലേക്ക് പോട്ടെ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ, ഈ ഷോർട്സ് കാണുമ്പോൾ നിങ്ങൾ വേർട്ടിക്കലായിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ടാണോ എല്ലാം വരുന്നത്, ഒന്നിന് ശേഷം ഒന്ന് ചെയ്യണത്? ഒരു ഐഡിയ ഇല്ലാതെ അങ്ങനെ പോവാണോ? ഞാനിങ്ങനെ അത് തുടങ്ങല് ഫസ്റ്റ് ഫോൺ എടുക്കല് എഡ്യൂക്കേഷനായിട്ട് എന്തെങ്കിലും കാണാം, അതുപോലെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നോക്കാന്ന് കരുതിട്ടോ. പക്ഷെ ഇങ്ങനെ ഒരു ടൈം പാസിനുള്ള വീഡിയോസ് ആണ് കൂടുതലായിട്ട് കണ്ടുപോവുക. ഓക്കെ, നമ്മൾ ആ വീഡിയോ യൂസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും? നിങ്ങൾക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റുക? എങ്ങനെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുക? നിങ്ങൾ ജോലി വല്ലതും ഉണ്ടോ? യു ആർ വർക്കിംഗ് ഓർ ഡൂയിങ് സംതിങ്? ജോലിയുണ്ട്. ഓഫീസിൽ പോലെ അല്ല, വർക്ക് ഫ്രം ഹോം ആണോ? സ്വന്തം തൊഴിൽ. അത് എത്ര മണി മുതൽ എത്ര മണി വരെ? രാവിലെ മുതൽ വൈകിട്ട് വരെ. അപ്പൊ ഈ മൊബൈലായിട്ട് കളിക്കുന്ന എപ്പോഴാ? അതിന് ജോലി ഉണ്ട്. ആളുകൾ വന്നാലേ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നല്ലേ. ഓക്കെ, അത് ആ ഒരു ബിസിനസ് അല്ലേ? ബിസിനസ്. ആ ബിസിനസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണ്ടോ? ഡെവലപ്പ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഈ മൊബൈൽ ഉണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? അത് എത്ര പേര് അംഗീകരിക്കേണ്ടത്? നിങ്ങൾ മൊബൈലിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? ഒരുപാട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് ഹെൽപ്ഫുൾ ഉണ്ട്. ഓക്കെ, അത് പ്രാക്ടിക്കൽ ആക്കണ്ടോ? അതിൽ ആക്ഷനിൽ ഇടണ്ടോ? നിങ്ങൾ ആക്ഷനിൽ ഇടാനാണ് മടിയുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ ദിവസവും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ആക്ഷനിൽ ഇല്ല. അതിന്റെ അർത്ഥം നിങ്ങൾ ഹൊറിസോണ്ടൽ ലേണിംഗ് അല്ലേ? ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട്, പക്ഷെ അത് ആക്ഷൻ ഇട്ടാലേ മേലോട്ട് പോകുള്ളൂ. ശരിയല്ലേ? ഇന്ന് നിങ്ങൾ വാച്ച് ചെയ്തിരുന്നോ?
ഇന്ന് വാച്ച് ചെയ്തിരുന്നോ വീഡിയോ? നമ്മുടെ ബിസിനസിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയാണ്. അല്ല, നിങ്ങൾ ഇന്ന് സഹായം. അല്ലല്ല അതല്ല ഞാൻ ചോദിക്കണത്. ഇന്ന് നിങ്ങൾ ഇത് ഷോർട്സ് വാച്ച് ചെയ്തിരുന്നു ഇന്ന്? അതെ അതെ, എത്ര മണിക്കൂർ വാച്ച് ചെയ്തിട്ടുണ്ടാവും ഏകദേശം? ഏകദേശം ഒരു 2 മണിക്കൂർ ടോട്ടൽ. 2 മണിക്കൂർ. ആ 2 മണിക്കൂറിന് പഠിച്ച 3 കാര്യങ്ങളൊന്ന് പറയാൻ പറ്റും ഇപ്പൊ? അതൊന്നും ഒന്നും പഠിച്ചിട്ടില്ല, കാരണം അത് പിന്നെ ആ 2 entertainment മണിക്കൂർ വെറുതെ വേസ്റ്റ് ആയി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതെ അതെ, അത് വേസ്റ്റ് എത്ര പേർക്ക് അത് അതിന് വേസ്റ്റ് ശേഷം ആയി തോന്നുന്നുണ്ടെങ്കിൽ W എന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേസ്റ്റ് ആ 24 മണിക്കൂറിൽ ആ 2 മണിക്കൂർ നിങ്ങൾ വേസ്റ്റ് ചെയ്തില്ലേ? അതെ, ആ മണിക്കൂർ നിങ്ങളെ ഹെൽത്തിന് വേണ്ടി വല്ലതും ചെയ്യാൻ പറ്റുന്ന സമയമാണോ ഈ 2 മണിക്കൂർ? ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഒരു 2 മണിക്കൂറുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ 2 മണിക്കൂറുള്ളൂ വിചാരിക്കാം. 2 മണിക്കൂറുള്ളൂ വിചാരിക്കാം. എന്തൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ 2 മണിക്കൂറിനുള്ളിൽ? നമുക്കും മക്കൾക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് എന്തായിരിക്കും? ചെയ്യാനുണ്ടല്ലോ. ഒരു 3 കാര്യം പറയാം. ഒരു 2 മണിക്കൂറുള്ളൂ എന്ന് വിചാരിക്കാം. നിങ്ങളുടെ ജീവിതം 2 മണിക്കൂറുള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്താ? മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കും. എന്തായിരിക്കും അത് ചെയ്യാത്തത്? മക്കൾക്ക് വേണ്ടി ഇന്ന് വരെ ചെയ്യാത്തത്, പക്ഷേ നിങ്ങൾക്ക് 2 മണിക്കൂർ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? 3 കാര്യങ്ങൾ പറയും. ചെയ്യാത്തതല്ല, ചെയ്യാറുണ്ട്, പക്ഷെ സ്ഥിരമായിട്ട് നല്ല എന്താണ് സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാത്ത കാര്യം പറയാം. കൺസിസ്റ്റന്റ് ചെയ്യുന്ന കാര്യങ്ങൾ, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാത്ത കാര്യങ്ങൾ പറയാം. ഒരു ഉദാഹരണം, ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, എന്നാലും കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ, അവർക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ മടിയുണ്ട്. അപ്പൊ അത് ചെയ്ത് കൊടുത്തൂടെ? അത് ചെയ്യണം. വേറെ എന്താ ചെയ്യാൻ പറ്റുക? വേറെ നമ്മൾ ഈ ബിസിനസ് അത് വളർത്താൻ വേണ്ടിട്ട് ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉണ്ട്, എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിങ്ങോട്ട് പ്രാവർത്തികമാക്കാൻ ഒരു എഴുതി വെച്ച് നോട്ടുണ്ടോ നിങ്ങളടുത്ത്? വെച്ചെന്നല്ലേ നോട്ടുണ്ടോ നിങ്ങളടുത്ത്? ആ നോട്ടിൽ എന്താണ് ഒരു കാര്യം പറയാം. ആ നോട്ടുണ്ടോ? അടുത്തുണ്ടോ? അതുണ്ട്. ഓക്കെ, ആ നോട്ടിൽ എന്താ ഒരു കാര്യം പറഞ്ഞു? ആക്ഷൻ ചെയ്യാത്ത ഒരു കാര്യം എന്താ എഴുതിയിട്ടുള്ളത് അതില്? അതിപ്പോ നമ്മളെ ബിസിനസിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ആളുകളുടെ മുന്നിൽ നമ്മൾ അതൊക്കെ ഒന്ന് അവതരിപ്പിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ബിസിനസ് എന്താന്ന് പറയാം? ബിസിനസ് എന്താന്ന് പറയാം? വിരോധമില്ലെങ്കിൽ നിങ്ങൾ ആരാന്ന് പറയണ്ട. ബിസിനസ് എന്താന്ന് പറയാം? അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇതാണ് അക്യുപഞ്ചർ ട്രെയിനിങ്. ഓക്കെ, അപ്പൊ അക്യുപഞ്ചറിൽ എങ്ങനെ നമ്മൾ ഭക്ഷണങ്ങൾ, നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിട്ട് എന്തെല്ലാം ചെയ്യണം, എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. എന്നിട്ടാണ് നിങ്ങൾ ഈ ഇതായിട്ട് കളിക്കണത്? മൊബൈലിട്ട് ആരോഗ്യത്തിനെ കുറിച്ച് പറയുന്ന ആളാണോ അത്? ഭക്ഷണം കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ഒരുപാട് ഇവിടെ 307 ആൾക്കാർ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. 307 ആൾക്കാർക്ക് എത്ര പേർക്ക് അക്യുപഞ്ചറും ഭക്ഷണത്തിനെ കുറിച്ചിട്ട് അറിയാത്ത എത്ര പേരുണ്ട്? ആയിന്ന് ടൈപ്പ് ചെയ്യാം. 307 ആൾക്കാരുണ്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ഇത് ഈ കാണുന്നതൊക്കെ നിങ്ങൾ കസ്റ്റമേഴ്സും ക്ലയൻസാ? കണ്ടോ? അതോ എത്ര അയ്യ വരുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? കണ്ടോ? നിങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം, പുറത്ത് പോയി നോക്കുക. കാരണം ഓപ്പർച്യൂണിറ്റീസ്, ആ ഓപ്പർച്യൂണിറ്റി പകരം നിങ്ങൾ ടൈം വേസ്റ്റ്, മൊബൈലിൽ ടൈം വേസ്റ്റ്. നിങ്ങൾ പറഞ്ഞ എൻ്റെ യൂട്യൂബ് കാണലെന്നല്ലേ പറഞ്ഞത്? യൂട്യൂബ് എന്റെ ആൾക്കാർ ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ എന്നെ കാണാൻ തുടങ്ങിയപ്പോൾ. 2 ദിവസമായിട്ടുള്ളൂ. അതിന് മുമ്പ് ആരും കാണുന്നില്ല. ഏകദേശം 900 വീഡിയോസ് ഉണ്ട്, പക്ഷെ ആരും കാണുന്നില്ല. കാരണം ഞാൻ ഇപ്പോൾ റീസെന്റ് മലയാളത്തിലേക്ക് വന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ, എൻ്റെ യൂട്യൂബ് ഞാൻ കാണാറില്ല. ഫേസ്ബുക്ക് ഞാൻ പോകാറില്ല. എൻ്റെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ മാക്സിമം ഒരു ദിവസം ഞാൻ പോയി കഴിഞ്ഞാൽ തന്നെ ഒരു 20 മിനിറ്റ് അല്ല ലെറ്റ്സ് സേ ഒരു അരമണിക്കൂർ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവില്ല. അതൊക്കെ വെറുതെ പറയാം, അത്രയും ഉണ്ടാവില്ല. അരമണിക്കൂർ. കാരണം അതായിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. അതിന് പകരം നിങ്ങൾ എന്നോട് ചോദിക്കണം എന്താണ് ഇന്ന് ഡെവലപ്പ് ചെയ്ത്. ഇന്ന് ഡെവലപ്പ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പ്രസൻറ്റേഷനും പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ലേണിംഗ് ഒക്കെ ഇന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വൈ? ബിക്കോസ് എൻ്റെ ആഗ്രഹം ഇത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ആഗ്രഹം. യു വിത്ത് മീ? വേർട്ടിക്കലാണ്. അത് 2 മണിക്കൂർ ചെയ്താലും മതി. ഒരു ദിവസം 2 മണിക്കൂറും ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇത്രയും കസ്റ്റമേഴ്സ് ഉണ്ട് ഇവിടെ. നിങ്ങളെ കസ്റ്റമേഴ്സ് ആരാ? നിങ്ങൾ നീഷ് ആരാ? നിങ്ങളെ കസ്റ്റമേഴ്സ് ആരാ? കസ്റ്റമേഴ്സ് പിന്നെ ഒരു പൊതുവെ ഫോക്കസ് ഓൺ മൈ ക്വസ്റ്റ്യൻ. നിങ്ങൾ കസ്റ്റമേഴ്സ് ആരാ? ജനങ്ങൾ, നമ്മുടെ രോഗികൾ. ആ രോഗികൾ നിങ്ങളെ അന്വേഷിച്ച് വരുന്നതാണോ? നിങ്ങൾ എങ്ങനെയാണ് ആൾക്കാർ നിങ്ങളെ പറ്റി അറിയണത്?
അവര് എല്ലാ ചികിത്സയും ചെയ്തിട്ട് ശരിയാവാൻ ലാസ്റ്റ് ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ ആളുകൾ എല്ലാ കുറവാണ്. ചികിത്സയും കഴിഞ്ഞിട്ട് വരാനുള്ള സ്ഥാപനമാണോ നിങ്ങളുടെ, അല്ലെങ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ജോലിയാണോ നിങ്ങളുടേത്? അവര് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന മനസ്സിലായി. നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്താലല്ലേ അങ്ങോട്ട് വരുള്ളൂ. Am I right? അങ്ങനെ ഉം. ആ, അല്ലേ, ശരിയല്ലേ? അല്ല അവര് പല സ്ഥലത്തും പോയിട്ട് ശരിയാവാനിട്ട് വരുന്നവരുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെ നിങ്ങൾ ഈ ബിസിനസ് നിർത്തണം എന്നാ പറഞ്ഞത്. എല്ലാം കഴിഞ്ഞ് പരാജയപ്പെട്ടതിന് ശേഷം ഇവിടെ വരുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റിൽ 1% കിട്ടില്ല. എത്ര പേര് ഇത് അംഗീകരിക്കുന്നുണ്ട്? എല്ലാം ചെയ്തിട്ട് പരാജയപ്പെട്ടതിന് ശേഷം വരുന്ന ബിസിനസ്സാണ്. ബിസിനസ് അല്ല അത്. നിങ്ങൾ ഇങ്ങനെ കാത്തിക്കണം. എന്താ വേഴാമ്പൽ, എന്താ നമ്മൾ പറയുമല്ലോ, മഴക്ക് വേണ്ടി കാത്തിക്കണ ഒരു വേഴാമ്പൽ പോലെ ആവുക നിങ്ങൾ ചെയ്യണത്. അത് നല്ല സ്ട്രാറ്റജി അല്ല. നിങ്ങൾ ചെയ്യേണ്ട ബിസിനസ് അതിൽ മാർക്കറ്റിൽ ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. ആ വാല്യൂ ആഡ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ അതാണ് റിസർച്ച് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ യു വാണ്ട് പീപ്പിൾ ടു ഡു ദാറ്റ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ബിസിനസ് എടുക്കാൻ കാരണം? Why did you take this business? അത്രയ്ക്കും നല്ല, നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് നിങ്ങൾ പഠിച്ച കാരണല്ലേ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണത്? അതെ അതെ. മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലേ? അതുണ്ട്. അത് ദിവസം ചെയ്യണ്ടോ നിങ്ങൾ? വരുന്ന രോഗികൾക്ക് മാക്സിമം പറഞ്ഞു കൊടുക്കും. അത് വരുന്ന രോഗികൾ എവിടെയൊക്കെ അന്വേഷിച്ചിട്ട് കണ്ടിട്ട് കേട്ടിട്ടൊക്കെയാണ് വരുന്നത്. എല്ലാത്തവർക്കും നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. എവിടെ നിങ്ങൾ അക്യുപഞ്ചറിനെ കുറിച്ചിട്ട് വേറെ പുറത്ത് പോയി പറഞ്ഞിട്ടുള്ളത്? ഇവിടെ കണ്ടില്ല. നിങ്ങൾ ഇത്ര പേർക്ക് അറിയില്ല, എനിക്കും അറിയില്ല. സോ ടെൽ മീ, എവിടെയാണ് ഇതിനെപ്പറ്റി നിങ്ങൾ പോയിട്ട് ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു ചെയ്തിട്ടുള്ളത്, എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുള്ളത്? അത് ഒരു സ്ഥലത്ത് ഇങ്ങനെ മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കൂടിയ ആളുകളെ ചെറുതായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നന്നാവും തോന്നുന്നുണ്ടോ? നന്നാവും. നമ്മൾ എത്രത്തോളം പ്രയത്നിക്കണോ അത്രത്തോളം നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. ഉറപ്പല്ലേ? അതെ. നിങ്ങൾക്ക് ഈ യൂട്യൂബിലും ഈ സോഷ്യൽ മീഡിയയിൽ ചെലവാക്കുന്ന സമയം കൊണ്ട് ആ സമയം നിങ്ങൾക്ക് ഇതിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് വേറെ ഓപ്ഷൻസ് നോക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കണം. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ആ ടൈം നിങ്ങളെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ അതിനെ നേരിടുന്ന സമയത്ത് നമുക്ക് കുറച്ചങ്ങനെ എന്തായാലും ഒരു വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മളെ മനസ്സ് മടുത്തുപോകും. എങ്ങനെ ഒന്നുകൂടെ പറയാം? നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങളൊക്കെ പല രീതിയിൽ നടത്തിയിട്ടുണ്ട്. ഇതിലേക്ക് വരാൻ കാരണം തന്നെ നമ്മളെ ആരോഗ്യം വളരെ പ്രധാനമാണല്ലോ. അപ്പൊ നമ്മളത് രാസമരുന്നുകളൊന്നും കഴിച്ച് അത് ഇതാക്കാൻ പാടില്ല. നല്ല ജീവിത രീതി കീപ്പ് ചെയ്തിട്ട് ഇപ്പൊ നമ്മള് ഭക്ഷണത്തിലൊക്കെ കെമിക്കലൊക്കെ പരമാവധി എല്ലാവരും കുറയ്ക്കാൻ നോക്കും. പക്ഷെ ഗുളിക ഒക്കെ ഒരുപാട് കഴിക്കേണ്ടത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നപ്പോ ഇത് വളരെയധികം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ സമൂഹത്തെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കിയാലേ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വരുള്ളൂ. അതെ, ശരിയല്ലേ? അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ല ആൾക്കാർ വരാൻ പോണില്ല. ഡു യു അഗ്രി ടു ദാറ്റ്? അപ്പൊ അത് നിങ്ങളുടെ ചുമതലയല്ലേ? അത് പറഞ്ഞു കൊടുക്കാന്നുള്ള, അത് എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ള നിങ്ങളുടെ ചുമതലയല്ലേ? ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യാതെ അതിനു വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ സ്റ്റാഫ് ഉണ്ടോ? നിങ്ങൾ ഇതിൽ സ്റ്റാഫ് ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ മാത്രമാണ് എല്ലാം ചെയ്യണത്? നിങ്ങൾ മാത്രം. ഓക്കെ. ഇപ്പൊ ഈ ചോദ്യം, നിങ്ങൾക്കത് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അത് ആദ്യം പറയാം. നിങ്ങൾക്ക് അത് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? നമ്പർ 1. ഡെവലപ്പ് ചെയ്യാൻ നല്ലോണം ആഗ്രഹമുണ്ട്, പക്ഷെ നല്ലോണം കഷ്ടപ്പാടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ നിർത്തുന്നത് എത്ര പേര് അംഗീകരിക്കണ്ടേ? ഇത് നിർത്തണം. നിങ്ങൾ എത്ര പേര് അംഗീകരിക്കണ്ടേ? ഇല്ല ഫാമിലി കൊണ്ടുവരണ്ട. If you feel that this is tough for you, this is not a business for you. നമ്മൾ ബിസിനസ്, ഇപ്പൊ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കണ്ട, ഇതിന്റെ ബിസിനസ്സാണ്. ഇതാണ് എനിക്ക് അന്നം തരുന്നത് എന്നും. എനിക്ക് ഇവിടെ വന്ന് ക്യാമറ മുമ്പിൽ ഇരിക്കാൻ എനിക്ക് സന്തോഷമാണ്. നിങ്ങളെ വർക്കായിട്ട് കാണരുത്. യു ഹാവ് ടു സീ എ പ്ലഷർ ഇൻ വാട്ട് എവർ യു ഡു. നെവർ വർക്ക് ഫോർ മണി. നെവർ ഡു ദാറ്റ്. പണത്തിന് വേണ്ടിയില്ല ചെയ്യേണ്ടത്. നിങ്ങൾ സന്തോഷത്തോട് ചെയ്യുക, പാഷനോട് ചെയ്താൽ മാത്രമേ എല്ലാം വരുള്ളൂ. ഇതിന് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞുതരാം. ഞാൻ അങ്ങനെ സാധാരണ ആരോടും പറയില്ല. ഇതിന്റെ ഗ്യാരണ്ടി ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഓക്കെ. ഇത് നിങ്ങൾക്ക് ആ ഒരു ഇതിനോട്, നിങ്ങൾ ചെയ്യുന്ന തൊഴിലിനോട് അത് ബുദ്ധിമുട്ടാണ്, കഷ്ടമാണ്, ആൾക്കാർ വരില്ല, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് മാറ്റം. നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യണം. വേറെ എന്താ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? അത് ചെയ്യാം. ഞാൻ എന്താന്ന് ചോദിക്കില്ല. ഇതല്ല ഇന്നത്തെ സെഷൻ, അതല്ല. യു ഹാവ് ടു ടേക്ക് ഡിസിഷൻ. എത്ര പേർക്ക് മനസ്സിലായി? അവിടെ പാഷൻ വേണം, പർപ്പസ് വേണം, പേഷ്യൻസ് വേണം.
ഓക്കെ, 4 P ആണ് അവിടെ ഉള്ളത്. ഒന്ന്, ഐ വോണ്ട് എവരി വൺ ടു ടൈപ്പ് 4 P's പ്ലീസ്. ഓക്കെ, ഒന്നുള്ള പാഷന്, ഒന്നുള്ള പേർപ്പസ്, ഒന്നുള്ള പേഷ്യൻസ്, അതായത് ക്ഷമ വേണം. നാലാമത്തെ പെർസിസ്റ്റൻസ് എന്താണ് നിങ്ങൾക്ക് മലയാളത്തിൽ അറിയാം? ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യോ? പെർസിസ്റ്റൻസ്. 4 things. One is passion, one is purpose, one is patience, and then the last one is പെർസിസ്റ്റൻസ്. ആരെങ്കിലും മലയാളത്തിൽ എന്താണ്? നിലനിൽക്കുക. അതായത് അത് പിടിച്ചു നിൽക്കണം. നിങ്ങൾ കഷ്ടപ്പാടല്ലേ, കഷ്ടപ്പെട്ടിട്ട് പിടിച്ചു നിൽക്കണം, എന്നാലും നിങ്ങൾ വിജയിക്കുള്ളൂ. ഇവിടെ അത് ഞാൻ കാണുന്നില്ല. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം തുടക്കത്തിൽ എനിക്ക് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ഈസിയാണ്, ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. പിന്നെ അത് കുറഞ്ഞു പ്ലീസ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ്. പിന്നെ എന്താ പറ്റിയത്? പിന്നെ അത് കുറഞ്ഞു വന്നു. ഒരുപാട് പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് ഞാൻ വിചാരിച്ചത്ര അതുണ്ടാവില്ല. എന്തായാലും ഫസ്റ്റിൽ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുമല്ലോ. See, understand one thing. ഇത് കാരണം എന്താ വെച്ചാൽ I want everyone to write P എന്ന് ടൈപ്പ് ചെയ്യാം. P എന്ന് വേറെ, ഇത് മറ്റേ P ആട്ടോ. ഇത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ആദ്യത്തെ P, നിങ്ങൾ എന്ത് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ പോലും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ തുടങ്ങരുത്. ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ ആ ഒരു ബിസിനസ്സിന് ഒരു പെയിൻ ഉണ്ടാവുന്നത്. ആദ്യത്തെ പെയിൻ ആണ്. പ്രോബ്ലം എന്നല്ല പെയിൻ എന്ന് വേണം പറയാം. മാർക്കറ്റിൽ പെയിൻ ഇല്ലാത്ത ഏതൊരു ബിസിനസ് നിങ്ങൾ തുടങ്ങാൻ, നിങ്ങൾക്ക് ആത്മാർത്ഥത്തോട് ഇഷ്ടത്തോടു കൂടി തുടങ്ങിയാൽ തന്നെ ആ ഒരു ബിസിനസ് അവിടെ പൊട്ടും, ഒരു സംശയമില്ല. കാരണം ഒരു വേദന വന്നാൽ മാത്രമല്ല നിങ്ങൾക്ക് ഒരു സൊല്യൂഷന് വേണ്ടി ജനങ്ങൾ നോക്കുള്ളൂ. എത്ര പേര് മനസ്സിലാവുണ്ട്? ദെർ മസ്റ്റ് ബി എ പെയിൻ ആൻഡ് പീപ്പിൾ വിൽ ലുക്ക് ഫോർ സൊല്യൂഷൻ. അവിടെയാണ് നിങ്ങൾ സൊല്യൂഷൻ കൊടുക്കേണ്ടത്. രണ്ടാമത്തെ നോക്കേണ്ടത് പെർസ്പെക്റ്റീവ് ഉണ്ടാവുന്നില്ല. അതായത് പ്രോസ്പെക്റ്റ് ഉണ്ടാകും. പ്രോസ്പെക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സൊല്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ ആ സൊല്യൂഷൻ വാങ്ങിക്കാനോ അതിന് പണം ചെലവാക്കാനുള്ള ജനങ്ങൾ ഉണ്ടാവുന്നുള്ള അറിയണം. എത്ര പേർക്ക് മനസ്സിലായി? 2 P ആണ് ഇപ്പം പറഞ്ഞത്. ആദ്യത്തെ P, ഒരു നാട്ടിൽ പെയിൻ ഉണ്ടെന്ന് വിചാരിക്കാം. പെയിൻ ഉണ്ട്, പക്ഷെ ആ നാട്ടുകാർക്ക് നിങ്ങളുടെ അഫോർഡ് ചെയ്യാനുള്ള പൈസ ഇല്ലെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ P കട്ടായി പോയി, അവിടെ ബിസിനസ് തുടങ്ങരുത്. എത്ര പേർക്ക് മനസ്സിലായത്? ആദ്യത്തെ P, ഒരു സ്ഥലത്ത് പെയിൻ ഉണ്ട്, നിങ്ങളുടെ അടുത്ത് ആ സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ 10,000 രൂപയാണെന്ന് വിചാരിക്കുക. ആ 10,000 രൂപ തരാൻ പറ്റുന്ന ആൾക്കാരെല്ലാം ആ ഒരു ഗ്രാമത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. എത്ര പേർക്ക് ക്ലിയർ ആയി? സി എന്ന് ടൈപ്പ് ചെയ്യുക, ക്രിസ്റ്റൽ ക്ലിയർ. സോ ദ ഫസ്റ്റ് വൺ ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ പെയിൻ ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. ദ സെക്കൻഡ് വൺ ഈസ് ദ പ്രോസ്പെക്ട് ഉണ്ടാകുന്നുള്ളത്. മൂന്നാമത്തെ നിങ്ങളെ പ്രൊഡക്റ്റ് ഒക്കെ വരുന്നത്. മൂന്നാമത്തെ അത് കഴിഞ്ഞ് 8 P's ഉണ്ട്, അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഈ 3 കാര്യം നോക്കാതെ, ആദ്യത്തെ P നോക്കാതെ ആരാണ് ലോകത്ത് ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് 100 അല്ല 1000% ആ ബിസിനസ് പൊട്ടിയിട്ടുണ്ടാവും. ആദ്യത്തെ P പെയിൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ അതിന് പണം തരാൻ പറ്റുന്ന പ്രോസ്പെക്ട് ഉണ്ടായിരിക്കണം. അല്ലാതെ നടക്കില്ല. ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇത് ചെയ്ത് നിങ്ങൾ പെയിൻ കണ്ടിട്ട് മാർക്കറ്റിൽ പെയിൻ ഉണ്ടോന്ന് കണ്ടുപിടിച്ചു? നിങ്ങൾ ഞാൻ ഫസ്റ്റ് മനസ്സിലാക്കിയിരുന്നു കുറച്ച് പെയിൻഫുൾ ആണ്, അത്ര ഈസി അല്ല എന്ന് അറിയാം. അതിന് പേ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? തീരെ ഇല്ല എന്ന് പറയാൻ പറ്റൂല, ഉണ്ട്. കാരണം അവർക്ക് റിസൾട്ട് ഉണ്ടാവുമ്പോ അവര് റിസൾട്ട് അല്ല. ഐ തിങ്ക് യു ഹാവ് ടു ഗോ ബാക്ക്. ഓക്കെ, ഞാൻ വീണ്ടും പറയാണ്. നിങ്ങൾ വീണ്ടും പോയിട്ട് അത് ഒന്നും കൂടെ ഫ്രം ദ സ്ക്രാച്ച് നിങ്ങൾ നോക്കാം. വാട്ട് ഈസ് എ പെയിൻ? എന്താണ് പെയിൻ്റെ പെർസെൻറ്റേജ്? എത്ര ആൾക്കാർക്കാണ് ഈ ഒരു പെയിനിൽ കൂടെ പോകുന്നത്? നമ്പർ 2, അവർ അഫോർഡബിൾ ആണ്, അവർക്ക് വരാൻ പറ്റും. ഒരുപാട് കാര്യം നോക്കാണ്ട്. അതിന് നിങ്ങൾ വേറെ ഇതേപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള വേറെ അക്യുപഞ്ചറിസ്റ്റ് ഉണ്ട് ആ നാട്ടിൽ? വേറെ ആരെങ്കിലും ഉണ്ടോ ഇതേപോലെ ബിസിനസ് ചെയ്യുന്നത്? ഓക്കെ, അവർ സക്സസ്ഫുൾ ആണോ? എല്ലാവരും അല്ല, ഒരാള് അങ്ങനെ. ചിലരൊക്കെ മറ്റു ജോലികളും ഉണ്ട്, രണ്ടും കൂടെ സൈഡായിട്ട് ചെയ്യുന്നവരാണ് അധികം. അപ്പൊ ഇത് പ്രൊഫഷണലായിട്ട് എടുക്കാൻ പാടില്ല നിങ്ങൾ. ഓക്കെ, എനിക്കറിയാം നമ്മൾ ചോദ്യം ചോദിച്ചത് സോഷ്യൽ മീഡിയ എന്നാണ്, പക്ഷെ അതിന്റെ കാരണങ്ങൾ അറിയാം. അത് പ്രൊട്ടക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. ഞാൻ മറന്നിട്ടില്ല. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കുറച്ചും കൂടെ ടൈം ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിനോട് നിങ്ങൾക്ക് അത് ശരിക്കും ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹം നല്ലോണം ഉണ്ട്, പക്ഷെ ആക്ഷൻ എടുക്കില്ല മാത്രമേ ഉള്ളൂ. എന്ത് ആക്ഷൻ നിങ്ങൾ നാളെ? അപ്പൊ നിങ്ങൾ ബുദ്ധിമുട്ടാ പറഞ്ഞത്? നിങ്ങൾ ആക്ഷനിലെ പറഞ്ഞ ബുദ്ധിമുട്ടാ പറഞ്ഞത്? രണ്ടും വ്യത്യാസമുണ്ട്. നിങ്ങൾ ആക്ഷനിലെ പറഞ്ഞത്, നിങ്ങൾ ബുദ്ധിമുട്ടാ പറഞ്ഞത്. ബുദ്ധിമുട്ടില്ലാത്ത ഒരു സംഭവം ഇല്ല, ശരിയല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ അത് താല്പര്യം, നിങ്ങൾ അത് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് 3 കാര്യം ചെയ്യും? ഈ ഒരു മൊബൈൽ നിർത്തിയിട്ട് 3 കാര്യങ്ങൾ എന്താ ചെയ്യാം? അതാണ് അറിയേണ്ടത്. നാളെ മുതൽ മൊബൈൽ അവിടെ നിർത്തി വെച്ചിട്ട് 3 നല്ല കാര്യങ്ങൾ. ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് 3 എന്ത് കാര്യം ചെയ്യുന്നത്?
ബോധവൽക്കരണം കൊടുക്കണം. ബോധവൽക്കരണം ഓക്കെ, എങ്ങനെ കൊടുക്കാൻ പറ്റുക? ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നു, അതായത് ഇങ്ങനെ എക്സസൈസ് ഉണ്ടല്ലോ രാവിലെ എക്സസൈസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ക്ലാസ് കൊടുക്കാം. അവിടെ അതിന്റെ അറിയുന്ന ഏതെങ്കിലും ആളുണ്ടോ? ആ എക്സസൈസ് ചെയ്യുന്ന ഗ്രൂപ്പിനെ അറിയുന്ന ഏതെങ്കിലും ആളുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഇല്ല. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള മാർഗം ഉണ്ടോ? അവിടെ പോകാൻ പറ്റുമോ? അവിടെ പോകാൻ നേരിട്ട് അവിടെ പോയിട്ട് എവിടെ സ്ഥലം എവിടെ പറഞ്ഞ കുറെ ദൂരമാണോ? നിങ്ങളുടെ വീട്ടിൽ നിന്ന് കുറെ ദൂരമാണോ? കുറച്ച് ദൂരമുണ്ട്. പോവാനുള്ള ബുദ്ധിമുട്ടുണ്ടോ? ഭയങ്കര എക്സസൈസിന്റെ ക്ലബ് ഉണ്ടല്ലോ, മെക്സവൻ എന്ന് പറഞ്ഞിട്ട്. എനിക്കറിയാം, മലപ്പുറത്തൊക്കെ ഉണ്ട്, എനിക്കറിയാം. എന്റെ മകൾ ഇന്ന് രാവിലെ പോയിട്ട് ഇന്ന് എന്റെ മകളുണ്ട് അവിടെ പോകുന്നത്. എന്റെ മകൾ പോയിട്ട് ഇന്ന് രാവിലെ പറഞ്ഞ നല്ല ഇതാണ്, നല്ല എഫക്റ്റ് ആണെന്ന് പറഞ്ഞു മലപ്പുറത്ത്. അവിടെ പോകാൻ പറ്റുമോ നിങ്ങൾക്ക്? അവിടെ പോയാൽ നിങ്ങൾക്ക് ക്ലയൻസ് ഉണ്ടാവോ? യെസ് ഓർ നോ പറയൂ. അത് നമ്മളെ ഈ ജില്ലയിലെ ഓരോരോ ഏരിയയിലും അതല്ലേ ചോദിച്ചേ. എന്റെ ക്വസ്റ്റ്യൻ ഫോളോ, നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റുമോ? അതാണ് ചോദ്യം. പോകണം, അത് കുറെ ആയി. പോകണമെന്നില്ല, പോകാൻ പറ്റുമോ? പോകാൻ പറ്റുമോ? യെസ് ഓർ നോ? പറ്റും. ഓക്കെ, എന്നാ പോകാൻ പറ്റുക? അത് ഒരാഴ്ച കഴിഞ്ഞിട്ട്. എന്തിനാ ഒരാഴ്ചന്റെ ഇപ്പുറത്ത് എന്താ സംഭവം? കാരണം ഫസ്റ്റ് ഞാനും നോക്കിയാ പണ്ട്. അപ്പൊ നിങ്ങൾ സ്വന്തം ശ്രമിച്ചു നോക്കിയിട്ടില്ല എന്നുള്ള അതിന്റെ അർത്ഥം. പ്രിപ്പയർഡ് അല്ല, നിങ്ങൾ പ്രിപ്പയർഡ് അല്ല എന്നാ അതിന്റെ അർത്ഥം, ശരിയല്ലേ? അതല്ല, ബോധവൽക്കരണ ക്ലാസ് എടുക്കാനും പറയാനൊക്കെ അറിയാം. പിന്നെ എന്തിനാ നിങ്ങൾ ഒരാഴ്ച എന്ന് പറഞ്ഞത്? ടൈം ഒന്ന് സെറ്റ് ആക്കാൻ. നിങ്ങൾക്ക് പാഷൻ ഇല്ല കേട്ടോ. ഞാൻ ഇപ്പം പറഞ്ഞുതരാം. നിങ്ങൾക്ക് പാഷൻ ഇല്ല. നിങ്ങൾ എക്സ്ക്യൂസുകളാണ് കാണുന്നത്. മനസ്സിലാക്കുക. എല്ലാവരും ടൈപ്പ് ചെയ്യുക. നമ്പർ 1 സ്ലീപ്പർ, എസ്. എല്ലാവരും ടൈപ്പ് ചെയ്യുക. സ്ലീപ്പർ നല്ലവരും ടൈപ്പ് ചെയ്യുക. സ്ലീപ്പർ, എസ് ഫോർ സ്ലീപ്പർ. ഓക്കെ, ഞാൻ ഇവിടെ ആരും കൊച്ചാക്കല്ല കേട്ടോ, ഞാൻ കാര്യങ്ങളാണ് പറഞ്ഞത്. ദ ഫസ്റ്റ് വൺ ഇസ് സ്ലീപ്പർ. ദ സെക്കൻഡ് വൺ ഇസ് എ ഡ്രീമർ. സ്വപ്നങ്ങൾ മാത്രം കാണുന്ന വ്യക്തി, ഒരു ആക്ഷൻ എടുക്കില്ല. രണ്ടാമത്തെ ഡ്രീമറാ. മൂന്നാമത്തെ കംപ്ലൈനർ, എല്ലാത്തിനും കംപ്ലൈൻറ്റ് പറയും. അവിടെ പോയ വേദന, ഇവിടെ പോയ വേദന, അത് മാത്രം കംപ്ലൈൻ. നെക്സ്റ്റ് ഇസ് ബ്ലെയിമർ, എല്ലാത്തിനും ബ്ലെയിം ചെയ്യുന്ന വ്യക്തി. അടുത്തത് ഡൗട്ടർ, ഞാൻ ചെയ്താൽ ശരിയാവൂ എന്നുള്ള ഡൗട്ട് ചെയ്യുന്ന വ്യക്തി. അടുത്ത ആൾ പ്രോക്രാസ്റ്റിനേറ്റർ, നാളെ ചെയ്യാം, ഒരാഴ്ചക്ക് ശേഷം ചെയ്യാം. മനസ്സിലാക്കുക, നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ആരാന്നുള്ളത്. നെക്സ്റ്റ് പെർഫെക്ഷനിസ്റ്റ്, ഞാൻ പെർഫെക്റ്റ് ആയിട്ട് എന്നിട്ട് ചെയ്യാന്നുള്ളത്. അടുത്ത ആളാണ് സ്റ്റാർട്ടർ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ടർ വരുന്നത്. സ്റ്റാർട്ട് ചെയ്യും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അക്യുപഞ്ചറൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അറിയില്ല എന്താ ചെയ്യാന്ന്, പിന്നെ മടി വരും, പിന്നെ വിചാരിക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ കാറ്റഗറിയിൽ പെടുന്ന അതാണ് പ്ലെയർ എന്ന് പറയും. അയാൾ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കണം പക്ഷേ മാർക്കറ്റിൽ ആരും അറിയണ്ടാവില്ല. ഉണ്ട്, ബിസിനസ്സിലുണ്ട്, 5, 10, 20 വർഷമായിട്ട് ബിസിനസ്സിന്, പക്ഷെ ആരും തന്നെ അറിയണ്ടാവില്ല. നെക്സ്റ്റ് ഫിനിഷറാണ്. അയാൾ ഫിനിഷ് ചെയ്യും. എന്ത് തുടങ്ങിക്കഴിഞ്ഞാലും ഫിനിഷ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഫിനിഷർ ആവാൻ പറ്റുള്ളൂ. ഫിനിഷ് ചെയ്യുന്ന വ്യക്തിയിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയുണ്ട്, അതിനെ നമ്മൾ പീക്ക് പെർഫോമർ എന്ന് പറയാം. പീക്ക് പെർഫോമർ ടൈപ്പ് ചെയ്യാം, നിങ്ങൾ പഠിപ്പിച്ചതിന് ഞാൻ. പീക്ക് പെർഫോമറിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരാളുണ്ട്, അതിനെ നമ്മൾ ഡോമിനേറ്റർ എന്ന് പറയാം. ഫുട്ബോൾ എടുക്കുമ്പോൾ മെസ്സിന്റെ പേര് എന്തുകൊണ്ടാണ് വരുന്നത്, പെലെന്റെ പേര് എന്തുകൊണ്ടാണ് വരുന്നത്? കാരണം ബിക്കോസ് ദേ ആർ ദ ഡോമിനേറ്റേഴ്സ്. ആ ഇൻഡസ്ട്രിയിൽ ഡോമിനേറ്റർ. ഇന്നലെ 58ാമത്തെ വയസ്സിൽ ബോക്സിംഗ് റിംഗിൽ കയറിയ മൈക്ക് ടൈസൺ ഫൈറ്റ് ചെയ്ത്. ബോക്സിംഗ് എന്ന് പറയുമ്പോൾ മൈക്ക് ടൈസന്റെ പേര് എന്താ വരാൻ കാരണം? ബിക്കോസ് ഈസ് എ ഡോമിനേറ്റർ. ആ വയസ്സ് എൻ്റെ സെയിം പ്രായം, 58 വയസ്സ്, എൻ്റെ സെയിം പ്രായം. 1966 ജനിച്ച ആളാണ് അദ്ദേഹം. പക്ഷെ ഞാനൊക്കെ ഫൈറ്റിംഗ് നിർത്തി. ഇന്നും അയാൾ പോയിട്ട് ഇന്നലെ പോയി ഫൈറ്റ് ചെയ്ത് 27 വയസ്സുള്ള ചെറുപ്പക്കാരനായിട്ടാണ് ഫൈറ്റ് ചെയ്തത്. 8 റൗണ്ട് ഫൈറ്റ് ചെയ്ത്. ബിക്കോസ് ഈസ് എ ഡോമിനേറ്റർ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ലീഡർ ആവുന്നത്. എത്ര പേർക്കാണ് മനസ്സിലായത്? നിങ്ങൾ ഏതൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ലീഡറായി മാറണം. ലീഡറിന്റെ പകുതി എവിടെ നിർത്തി കഴിഞ്ഞാൽ യു ആർ നോട്ട് ഗോയിങ് ടു സക്സീഡ് ഇൻ യുവർ ലൈഫ് ഓർ ഇൻ യുവർ ബിസിനസ്. ഇത് കോച്ചിങ് ഒക്കെ മാറിപ്പോയിട്ടോ, ഇത് ക്ലാസ് എടുക്കലായി പോയി. എത്ര പേര് ഇത് എൻജോയ് ചെയ്ത്, എത്ര ഐ ലൈക്ക് എന്ന് പറയാം, ഐ ലവ് ഇറ്റ്. ഇത് കോച്ചിങ് അല്ല, കോച്ചിങ് ഒക്കെ മാറിപ്പോയി. ഞാൻ ക്ലാസ് എടുക്കുക ചെയ്തത്. സോ ഗോയിങ് ബാക്ക്, ഈ ഒരു സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, ഗോ ബാക്ക് ബിഫോർ യു ടേക്ക് ദ ബിസിനസ് ടു ദ നെക്സ്റ്റ് ലെവൽ. നിങ്ങൾ സ്വന്തത്തോട് ചോദിച്ചു നോക്കുക, do you really love this? Are you doing this out of passion? If you're doing out of passion, then go study what are the things that you need to take this to the next level. പ്രയാസങ്ങൾക്ക് നേരിട്ട് മുമ്പോട്ട് പോകേണ്ടി വരും. How many liked this one? ഞാൻ നിങ്ങളോട് ഹാപ്പി ആണെന്ന് ചോദിക്കില്ല, കാരണം ഇതൊരു ഹാപ്പി മൂഡല്ല. ഞാൻ സത്യാവസ്ഥ പറഞ്ഞു. ചെറിയ കാര്യങ്ങൾ നമ്മൾ നോ പറഞ്ഞ സ്ഥലത്ത് നോ എന്ന് പറഞ്ഞേ മതിയാവും. എല്ലാവരും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കാര്യങ്ങൾ പറയണം. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങളോട് കാര്യമാണ്. നിങ്ങൾ ആരാന്ന് എനിക്കറിയില്ല. ഓക്കെ, നിങ്ങളൊന്നും വിഷമം തോന്നരുത് കേട്ടോ. നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ പറ്റി.
ഇതിൽ ഞാൻ പെർഫെക്റ്റ് ആവട്ടെ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരാളാണ്. ഒന്ന് ഞാൻ എന്നോട് പെർഫെക്റ്റ് ആവാനുണ്ട്, എന്നിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ എനിക്കൊരു തോന്നല്. എനിക്ക് മനസ്സിലാക്കണത് അതാ ഞാൻ ഇത് ലിസ്റ്റ് തന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുമില്ല, ഇത് വിജയിപ്പിക്കാൻ പറ്റും, വളരെ സുഖമായിട്ട് വിജയിപ്പിക്കാൻ പറ്റും. നിങ്ങൾ പോയിട്ട് അത് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പഠിക്കുക, എന്നിട്ട് എന്താണെന്നുള്ളത് അത് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്കുള്ള ആ പാഷൻ ഇല്ലേ, 100% നിങ്ങൾക്ക് അതിനോട് ഒരു ഒത്തുചേർന്ന് പോകാൻ പറ്റില്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഹസ്ബൻഡും വൈഫും തെറ്റായിട്ടുള്ള ആൾക്കാരെ കല്യാണം കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും, മുമ്പോട്ട് പോകാൻ പ്രയാസം ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മളുടെ ബിസിനസ്സിനെ നമ്മൾ അത്രയ്ക്ക് നമ്മൾ എംബ്രേസ് ചെയ്യണം. എംബ്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് വിട്ടുപോകണം. അതിനൊരു നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എക്സ് എന്നൊന്ന് ടൈപ്പ് ചെയ്യാം, എല്ലാവരും ടൈപ്പ് ചെയ്യാം എല്ലാവരും. ഓക്കെ, എല്ലാവരും ഞാൻ കാണട്ടെ എത്ര എക്സ് ഉണ്ട്. ഈ എക്സിൻ്റെ ഓണർ ആരാ? ഇപ്പം എക്സിൻ്റെ ഓണർ ആരാ? അതിൻ്റെ ഓണർ എന്ന് വെച്ചാൽ എന്തായാലും പറയാം, മുതലാളി, അല്ലെങ്കിൽ ഹൂ ഇസ് ദാറ്റ്, ഹൂ ഓൺസ് എ കമ്പനി? ആരാണ് എക്സിൻ്റെ ഓണർ ആരാ? അതെ, ഇലോൺ മസ്ക്. വെരി ഗുഡ്. ഈ എക്സിനേക്കാൾ മുമ്പ് ഒരു പേരുണ്ടായിരുന്നു, എന്താന്ന് പറയാ പേര്? എക്സിന് മുമ്പ് എന്തോ ഒരു പേര്? ലെറ്റ് മീ സീ. ട്വിറ്റർ. ദാറ്റ്സ് അബ്സല്യൂട്ട്ലി കറക്റ്റ്. ആരാ? അബ്ദുസലാം. am I right? അബ്ദുസലാം. ട്വിറ്റർ. ലോട്ട് ഓഫ് കമ്മിങ് ദാറ്റ്. ട്വിറ്റർ ഉണ്ടാക്കിയ ആളാണെന്നറിയോ? ട്വിറ്റർ കണ്ടുപിടിച്ച ആരാന്നറിയോ? എനിവൺ ഹൂ നോസ് ദ ഫൗണ്ടർ ഓഫ് ട്വിറ്റർ? മനസ്സിലാക്കുക, അദ്ദേഹം ട്വിറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം ആൾക്ക് ട്വിറ്ററിനോടുള്ള സ്നേഹം പോയി. നിങ്ങൾ പോയി ചരിത്രം വായിച്ചു വെക്കുക. ട്വിറ്ററിനോടുള്ള ആ ഒരു വിഷൻ പോയിട്ട് അദ്ദേഹം കംപ്ലീറ്റ് പോയത് യോഗയിലേക്കാണ്. താടി വെച്ച് വലിയ യോഗിയായി മാറുക ചെയ്തത്. അതോടുകൂടി ആ ബിസിനസ് താഴാൻ തുടങ്ങിയപ്പോൾ ഈ ഒരു വ്യക്തിനെ, അതായത് ഇതിൻ്റെ ഫൗണ്ടറിനെ എടുത്തിട്ട് ട്വിറ്ററിൽ നിന്ന് മാറ്റിയിടേണ്ടി വന്നു. ദേ ഹാഡ് ടു റിമൂവ് ഹിം ഔട്ട്. ജസ്റ്റ് ലൈക്ക് സ്റ്റീവ് ജോബിനെ നമ്മൾ ആപ്പിൾ നിന്നൊക്കെ ഒരു കാലത്ത് മാറ്റിയതുപോലെ ഇദ്ദേഹത്തിനെ സ്വന്തം കമ്പനിയിൽ നിന്ന് മാറ്റേണ്ടി വന്നു. വൈ? കാരണം ആ പാഷൻ ഉണ്ടായിരുന്നില്ല. ഹി വാസ് ഓൺലി എ സ്റ്റാർട്ടർ. എത്ര പേർക്ക് അത് മനസ്സിലായി? ഹി വാസ് എ സ്റ്റാർട്ടർ ബട്ട് നോട്ട് എ ഫിനിഷർ. എത്ര പേർക്ക് അത് മനസ്സിലായി? എസ് എന്ന് ടൈപ്പ് ചെയ്യാം. ജാക്ക് ഡോർസിനെ, ഞാൻ പറഞ്ഞ വ്യക്തി ജാക്ക് ഡോർസി തന്നെയാണ്. സംബഡി ടൈപ്പ് ദേ. മനസ്സിലാക്കുക, നിങ്ങൾ ഒരു കാര്യം തുടങ്ങാൻ മുമ്പ് എത്രയോ ബിസിനസ് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മനസ്സിലാക്കുക, ഡോണ്ട് സ്റ്റാർട്ട് എ ബിസിനസ്. നിങ്ങളിത് പൈസ ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ബിസിനസ് തുടങ്ങരുത്. നിങ്ങൾ അതിൽ കഷ്ടപ്പെടും. ഡോണ്ട് ഡു ദാറ്റ്. ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ഇസ് ദർ എ പെയിൻ ഉണ്ടാവുന്ന മനസ്സിലാക്കുക. അതിനെപ്പറ്റി ശരിക്കും സ്റ്റഡി ചെയ്യുക. മറ്റ് ആരെങ്കിലും അതേപോലത്തെ ബിസിനസ് ചെയ്യേണ്ട അവരെ ബിസിനസ് ഒന്ന് അനലൈസ് ചെയ്യുക, റിസർച്ച് ചെയ്യുക. അതിനുശേഷം അതിനൊരു പ്രോസ്പെക്റ്റ് ഉണ്ടോയെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ട് ഞാൻ നിർത്താൻ പോവാണ്. എനിക്കൊരു കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പുതിയൊരു കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ടെൽ മീ. ഇഫ് ഐ ഹാഡ് ടു ഹാവ് എ yeah, exactly correct. Yeah, blue sky. Okay, now tell me, if I had to start a new course, എനിക്കൊരു പുതിയ കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? പറയാം. ഓക്കെ, പറയൂ. ലെറ്റ് മീ സീ ദ ആൻസർ ഇൻ ദ ചാറ്റ്. ഇഫ് ഐ വാണ്ട് ടു സ്റ്റാർട്ട് എ കോഴ്സ്, ഒരു പുതിയ കോഴ്സ് എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യണം? ഞാൻ ഇന്ന് ഞാൻ പബ്ലിഷ് ചെയ്തു. അടുത്ത ജനുവരിയിൽ ഞാൻ ലീപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം മലയാളത്തിൽ കൊണ്ടുവരുന്നുള്ളത്. ഓക്കെ, മേക്ക് എ സിലബസ്, സ്കോപ്പ് നോക്കുക, പർപ്പസ് ഓഫ് ദ കോഴ്സ്, വൈ, ഓക്കെ, എൻക്വയറി, why, okay, inquiry well about the course, okay, research, check if it's going to be good, research why, 050 why, custom 412729 okay, okay, cash, okay, discovery, no. ഞാൻ പറഞ്ഞു ശരിക്കും ശ്രദ്ധിക്കുക, എല്ലാം ചെയ്യുക. ആർ യു ഓക്കെ? റെഡിയാണ്? ആർ എന്ന് ടൈപ്പ് ചെയ്യാം. ഞാൻ ഒരു സീക്രട്ട് അറിയാൻ പോകുന്നു. ഇഫ് യു റെഡി, ജസ്റ്റ് ടൈപ്പ് ആർ. ഓക്കെ, ഇവിടെയുള്ള എത്ര ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്? ട്രെയിനേഴ്സ്, ഫെസിലിറ്റേറ്റേഴ്സ്, കോച്ചസ് എത്ര പേരുണ്ട്? അവരൊക്കെ അയ്യൊന്നും ടൈപ്പ്, ആറിൻ്റെ ഒപ്പം ഒരു അയ്യും ടൈപ്പ് ചെയ്യാം. നോക്കട്ടെ. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു കോഴ്സ് വിൽക്കുക ചെയ്യേണ്ടത്. ഞാൻ ഇന്ന് മുതൽ ആ കോഴ്സ് വിൽക്കാൻ തുടങ്ങി. ഞാൻ ഒരു പേപ്പർ പോലും ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് മുതൽ ഞാൻ വിൽക്കാൻ തുടങ്ങി. സെൽ ബിഫോർ യു സെർവ്. ഹൗ മെനി ഓഫ് യു ഗോട്ട് ഇറ്റ്? Sell before you serve, so that you know that there is a pain in the marketplace. എത്ര പേർക്ക് മനസ്സിലായി? How many of you got it? You sell before you serve, so that you know that there is a pain in the marketplace. അതിനുശേഷം മാത്രമേ നിങ്ങൾ എഫേർട്ട്, ടൈം ആൻഡ് മണി ഇടാൻ പാടുള്ളൂ നിങ്ങൾ കോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. How many of you got it? I want everyone to type 100. എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഞാൻ എന്താ ചെയ്തത്? ഇത് വിൽക്കാൻ തുടങ്ങി. വിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഡിമാൻഡ് ഉണ്ട്, ദാറ്റ്സ് എ പെയിൻ എന്നുള്ള മനസ്സിലായി. ദെൻ യു സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദാറ്റ്. അല്ലെങ്കിൽ എൻ്റെ ടൈമും എല്ലാം പോവും. ഞാൻ ഒരു 3 മാസം ഇരുന്നിട്ട് എഫേർട്ട് എടുത്തിട്ട് അതിൻ്റെ വീഡിയോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ പണം പോവും, എൻ്റെ എഫേർട്ട് പോവും, എൻ്റെ ടൈം പോവും. നോ, ഡോണ്ട് ഡു ദാറ്റ്. ഫസ്റ്റ് സെൽ ഇറ്റ്. ചെറിയ എമൗണ്ട് മാത്രം കൊടുക്കുക. ജസ്റ്റ് പ്രീ സെല് ചെയ്യണമല്ലോ, ചെറിയ എമൗണ്ടിന് സെല് ചെയ്യുക. ദെൻ യു സീ വാട്ട്സ് എ ഡിമാൻഡ്, എത്ര പേര് അതിന് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടോ. നൗ യു പുട്ട് യുവർ മണി, ടൈം ആൻഡ് എഫേർട്ട്.
Did you learn something, everyone? If you learned, then say yes. നിങ്ങൾ എന്തെങ്കിലും പഠിച്ചേ, കോച്ചിങ് അല്ല. Did you learn something? Then put yes. Let me go back to the sister here. മനസ്സിലാക്കുക, വീണ്ടും ബാക്കോട്ട് പോവുക. You go and do your research. ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? Okay, so thank you very much. ഈ ഒരു ഭാഗം ഞാൻ കോച്ചിങ്ങിൻ്റെ ഭാഗമല്ല. I just thought that it was good to educate her and educate everyone who are here. Okay, ഇത് പറയാനുള്ള അവകാശമൊന്നും എനിക്കില്ല. I'm not the right person to tell, but there was some knowledge that I had, so I thought let me share with this. So next class ഉണ്ടാവില്ല. Next session would be on Sunday from 9 to 10 a.m. Indian Standard Time. അതിൽ 100 പേര് മാത്രമേ എടുക്കാറുള്ളൂ, ഇതിൽ 500 പേര്.